ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ മരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന മുഹമ്മദ് കോയയെ ശങ്കരനാരായണൻ വെടിവെച്ചു കൊന്നത് 2002-ൽ. പ്രമുഖ യുക്തിവാദിയും എഴുത്തുകാരനുമായ സനൽ ഇടമറുക് പോളണ്ടിൽ അറസ്റ്റ് ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലെന്ന് റിപ്പോർട്ട്. സ്ഥിരീകരിച്ച ഫിൻലൻഡ് വിദേശകാര്യ മന്ത്രാലയം. ഗവർണർമാരുടെ അധികാര പരിധി നിർവചിക്കുന്ന സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി. ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഭരണഘടനാനുസൃതമായി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയുടെ നടപടി റദ്ദാക്കി. ഫെഡറൽ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിധിയെന്ന് പിണറായി വിജയൻ. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ ഭർത്താവ് അറസ്റ്റിൽ. സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. വീട്ടിൽ പ്രസവിച്ചാൽ മതിയെന്ന് പ്രചാരണം നടത്തുന്നവർ നിരീക്ഷണത്തിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ രേഖകൾ നൽകിയിരുന്നുവെന്ന് രാധാകൃഷ്ണൻ. ഭാസ്കര കാർണവർ കൊലക്കേസ് കുറ്റവാളി ഷെറിന് പരോൾ അനുവദിച്ചത് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പൊളിഞ്ഞതോടെ സ്വാഭാവിക പരോളെന്ന് ജയിൽ വകുപ്പ്. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ലക്നൌ ശക്തമായ നിലയിൽ. മിച്ചൽ മാർഷിന് അർദ്ധ സെഞ്ചുറി. 2ാം മത്സരത്തിൽ പഞ്ചാബ് ചെന്നൈയെ നേരിടും.